ട്രംപിന്റെ താരിഫ് യുദ്ധത്തിൽ ചൈനയ്ക്കെതിരെ ഏറ്റവും ഒടുവിൽ 245% ഇറക്കുമതി ചുങ്കത്തിലേക്ക് അമേരിക്ക എത്തിയിരിക്കുകയാണ്. ഇത് ഇന്ത്യക്ക് വലിയൊരു നേട്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് 10 ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യക്ക് മേൽക്കൈ ഉണ്ടെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. സത്യത്തിൽ ചൈനയും അമേരിക്കയും തമ്മിലുള്ള ഈ ഒരു യുദ്ധത്തിൽ ഇന്ത്യക്ക് എത്രത്തിൽ ഗുണം ചെയ്യും സാർ? ചൈനയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ മേലുള്ള നികുതി ഏറ്റവും ഒടുവിൽ 245% അമേരിക്ക വർദ്ധിപ്പിച്ചതായിട്ടാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ കാരണം ഈ കഴിഞ്ഞ ദിവസം ചൈനീസ് വിമാന കമ്പനികളോട് ബോയിങ് വിമാനങ്ങൾ യാതൊരു കാരണവശാലും വാങ്ങേണ്ട എന്ന് ചൈനീസ് സർക്കാർ ആജ്ഞാപിച്ചതാണ്. അതായത് അമേരിക്കയും ചൈനയും ഈ താരിഫ് യുദ്ധത്തിൽ മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ട് വെക്കാൻ തയ്യാറല്ല എന്ന് ആണ് ഇതുകൊണ്ട് മനസ്സിലാവുന്നത്. ഇത് ഈ ഒരു സ്ഥിതിവിശേഷത്തെ തുടർന്ന് അമേരിക്ക ചൈനയുടെ ചുറ്റുമുള്ള രാജ്യങ്ങളുമായി വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തി ചൈനയെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. അതായത് ഇന്ത്യ, വിയറ്റ്നാം, അതുപോലെ തന്നെ ജപ്പാൻ, മറ്റ് തായ്ലൻഡ്, അങ്ങനെയുള്ള എല്ലാ രാജ്യങ്ങളുമായി അമേരിക്ക വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തുകയും അങ്ങനെ ചൈനയെ പ്രതിരോധിക്കാനായി അമേരിക്ക വളരെ സജീവമായ ഒരു പ്രോ ആക്റ്റീവ് പോളിസിയുമായി മുന്നോട്ടിറങ്ങിയിരിക്കുകയാണ്. നമുക്കറിയാം, ആദ്യം തന്നെ പല ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ മേലും അമേരിക്ക ആദ്യം 115% നികുതി ചുമത്തി. പിന്നീട് അത് 140 മുകളിലായി ഏറ്റവും ഒടുവിൽ 245% എത്തിയിരിക്കുന്നു. ഇവിടെ ഇന്ത്യക്ക് ഒരു വലിയ സാധ്യത തുറന്നിരിക്കുകയാണ്. അതായത് സാമ്പത്തിക വിദഗ്ധരുടെ നിരീക്ഷണ പ്രകാരം അമേരിക്ക ഏതാണ്ട് 30 ഉൽപ്പന്നങ്ങളാണ് ഏറ്റവും അധികം ഇറക്കുമതി ചെയ്യുന്നത്. ഈ 30 ഉൽപ്പന്നങ്ങളിൽ 10 ഉൽപ്പന്നങ്ങളെങ്കിലും ഇന്ത്യയിൽ നിന്നും ഇപ്പോൾ തന്നെ നിർണായകമായ രീതിയിൽ അമേരിക്കയിലേക്ക് കയറ്റി അയക്കപ്പെടുന്നുണ്ട്. ഈ ഉൽപ്പന്നങ്ങൾ പക്ഷെ ചൈനയിൽ നിന്നാണ് ഇന്ത്യയെക്കാൾ വളരെയധികം അമേരിക്ക ഇറക്കുമതി ചെയ്യും. ഈ ഒരു സാഹചര്യത്തിൽ ഈ 10 ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി കുത്തനെ വർദ്ധിപ്പിക്കാനുള്ള ഒരു സാധ്യത ഇന്ത്യക്ക് മുന്നിൽ തുറന്നിരിക്കുകയാണ്. അതായത് ഈ ഉൽപ്പന്നങ്ങൾ വളരെ കൃത്യമായിട്ട് അതിന്റെ ലിസ്റ്റ് സാമ്പത്തിക വിദഗ്ധർ പുറത്തുവിട്ടിട്ടുണ്ട്. ഒന്ന് ഈ ഗാർമെന്റ്സ് ആണ്. ശരിക്കും പറഞ്ഞാൽ അമേരിക്കയിൽ ഇമ്പോർട്ട് ചെയ്യുന്ന ഗാർമെന്റ്സിൽ ഏതാണ്ട് 24-25% ഇന്ന് ചൈനയിൽ നിന്നാണ്. ഇന്ത്യയിൽ നിന്ന് വെറും 6-7% മാത്രമേ ഉള്ളൂ. അതൊരു 15% മേലിലേക്ക് വർദ്ധിപ്പിക്കാനായിട്ട് ഇന്ത്യക്ക് വലിയ സാധ്യതയുണ്ട്. മാത്രമല്ല, അതുപോലെ ചൈന കഴിഞ്ഞാൽ പിന്നീട് അമേരിക്കയിലേക്ക് ഏറ്റവും ഗാർമെന്റ്സ് കയറ്റുമതി ചെയ്യുന്ന രാഷ്ട്രമായ ബംഗ്ലാദേശിനും ഇപ്പോൾ അമേരിക്ക നല്ല തീരുവ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ ഗാർമെന്റ്സിന് മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന തീരുവയേക്കാൾ അധികമാണ് ബംഗ്ലാദേശ് ഉൽപ്പന്നങ്ങൾക്ക് മേൽ അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന തീരുവ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ബംഗ്ലാദേശിനെയും ചൈനയും പിന്തള്ളി ഗാർമെന്റ് എക്സ്പോർട്ടിൽ ഇന്ത്യക്ക് വലിയ കുതിപ്പ് നടത്താൻ തന്നെയുള്ള ഒരു സാധ്യത മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇത് നമ്മുടെ ഈ കേരളത്തിൽ തന്നെയുള്ള കിറ്റക്സ് പോലുള്ള സ്ഥാപനങ്ങൾക്ക് വലിയ സാധ്യതയാണ് ഇതുമൂലം ഉണ്ടായിരിക്കുന്നത്. അമേരിക്കയിലേക്ക് കുട്ടികളുടെ വസ്ത്രങ്ങൾ, ഉടുപ്പുകളും അതുപോലെ മറ്റ് വസ്ത്രങ്ങളുമൊക്കെ ഏറ്റവും അധികം കയറ്റുമതി ചെയ്യുന്ന ഒരു ഇന്ത്യൻ കമ്പനിയാണ് കിറ്റക്സ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കേരളത്തിന് വരെ അതിന്റെ ഒരു പ്രയോജനം ലഭിക്കാനുള്ള വലിയ സാധ്യതയാണ് ഇന്ന് തുറന്നു വരുന്നത്. പിന്നീട് മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് പ്ലാസ്റ്റിക്, കെമിക്കൽസ്, റബ്ബർ ഉൽപ്പന്നങ്ങൾ. ഇതെല്ലാം തന്നെ ഇതിനുള്ള ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ മേലുള്ള തീരുവ ചൈനീസ് ഉൽപ്പന്നങ്ങളുടെയും അതുപോലെ മറ്റു പല രാജ്യങ്ങളുടെയും ഉൽപ്പന്നങ്ങളുടെ മേലുള്ള തീരുവയേക്കാൾ വളരെ കുറവാണ്. അപ്പോ ഈ മേഖലയിലൊക്കെ തന്നെ ഇന്ത്യക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും. മാത്രമല്ല, ചൈനയുമായി ഇപ്പോൾ നടക്കുന്ന വ്യാപാര യുദ്ധത്തിൽ ഇന്ത്യയെ പിണക്കാൻ അമേരിക്ക തയ്യാറാവില്ല. അത് ഒരു ഭാഗത്ത്. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു മേഖല എന്ന് പറയുന്നത് ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളാണ്. ഒരു വർഷം ഏതാണ്ട് 900 ബില്യൺ ഡോളറിനുള്ള ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളും അതുപോലെ കോമ്പണൻസുമാണ് അമേരിക്ക ഇറക്കുമതി ചെയ്യുന്നത്. നമ്മൾ അതിശയിച്ചു പോകും. ഇതിന്റെ പകുതിയും ചൈനയിൽ നിന്നാണ്. അതായത് 900 ബില്യൺ എന്ന് പറയുമ്പോൾ അതിന്റെ പകുതി എന്ന് പറഞ്ഞാൽ 450 ബില്യൺ അത്രയും ചൈനയിൽ നിന്നാണ്. ഇന്ത്യയിൽ നിന്നും അത് വളരെ തുച്ഛമായ രീതിയിലാണ്. ഏതാണ്ട് 7% ഒക്കെയാണ് ഇന്ത്യയിൽ നിന്നും
കയറ്റുമതി ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യക്ക് വലിയ സാധ്യതയാണ് അവിടെ തുറന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഇലക്ട്രോണിക്സ് വ്യവസായത്തിന്റെ ഇലക്ട്രോണിക്സ് കോമ്പണൻസ് നിർമ്മാണത്തിന്റെയും മേഖലയിലേക്ക് വലിയ ആനുകൂല്യങ്ങൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ അവസരം മുതലെടുക്കാൻ നമ്മുടെ സ്വകാര്യ മേഖലയ്ക്ക് കഴിയണം. അങ്ങനെ കഴിഞ്ഞാൽ ലോകത്തിന്റെ ഫാക്ടറി എന്നുള്ള പേര് ഇപ്പോൾ ചൈനയ്ക്കാണ്. ഈ താരിഫ് യുദ്ധം കഴിയുമ്പോഴേക്കും അത് ഇന്ത്യക്കായിട്ട് മാറും. നമ്മൾ ഒന്ന് പുറകോട്ട് നോക്കുമ്പോൾ ആപ്പിൾ ഫോൺ, അതുപോലെ പിന്നെ ഐപോഡ് അല്ലെങ്കിൽ ടാബ്ലറ്റ്, ഇതിൻ്റെയൊക്കെ നിർമ്മാണം ചൈനയിൽ മാത്രമായിട്ടായിരുന്നു ആപ്പിൾ കമ്പനി കേന്ദ്രീകരിച്ചിരുന്നത് മുഖ്യമായിട്ടും. പക്ഷെ അവര് ഈ കഴിഞ്ഞ ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പ് അത് വളരെ കാര്യമായ രീതിയിൽ ഇന്ത്യയിൽ നിന്നും പ്രൊഡക്ഷൻ തുടങ്ങി. ഇപ്പോൾ അവര് വലിയ രീതിയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ പിന്നെ സ്മാർട്ട് ഫോണുകള്, അതുപോലെ ലാപ്ടോപ്പുകള്, പിന്നെ നോട്ട് പാഡുകള്, ഇവയുടെ മേലൊക്കെയുള്ള നികുതി ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ നിന്നും ഇപ്പോൾ നേരത്തെ തന്നെ 20% കുറവായിരുന്നു ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക്. ഇതൊക്കെ മുതലെടുത്തുകൊണ്ട് വലിയ തോതിൽ ഉൽപാദനം വർദ്ധിപ്പിക്കാനുള്ള ഒരു അവസരം ഇന്ത്യയിലെ ഇലക്ട്രോണിക് വ്യവസായ മേഖലയ്ക്ക് ഇപ്പോൾ കൈവന്നിരിക്കുകയാണ്. ഞാൻ ഈ പറഞ്ഞു വരുന്നത് പിന്നെ ഈ 30 അമേരിക്കയിലേക്ക് ഏറ്റവും അധികം ഇറക്കുമതി ചെയ്യപ്പെടുന്ന 30 ഉൽപ്പന്നങ്ങളിൽ 10-ലധികം ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന, അല്ലെങ്കിൽ 10-ലധികം ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുന്ന ഇന്ത്യക്ക് മുന്നിൽ അപ്രതീക്ഷിതമായിട്ടൊരു വാതിൽ തുറന്നിരിക്കുകയാണ്. ശരിക്കും ലോകത്തിൽ സമ്പദ്ഘടനയിൽ, സമ്പദ് വ്യവസ്ഥയിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നത് ഇതുപോലുള്ള ചില അവസരങ്ങളിലാണ്. കാരണം സ്വാഭാവികമായ വളർച്ചയ്ക്ക് എപ്പോഴും പരിമിതിയുണ്ട്. സ്വാഭാവികമായ വളർച്ച എന്ന് പറഞ്ഞാൽ അതൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷനാണ്. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ 2 + 2 4, 4 + 2 6, 6 + 2 അങ്ങനെ മുന്നോട്ട് പോകും. നേരെ മറിച്ച് വികസനത്തിന്റെ വളർച്ചയുടെ കുതിച്ചുചാട്ടം സംഭവിക്കുന്ന ഇതുപോലുള്ള പ്രത്യേക പോളിസി ചേഞ്ചസ് ഉണ്ടാകുമ്പോഴാണ്. അപ്പോഴാ വികസനം മുന്നോട്ട് കുതിക്കുന്നത് ജോമെട്രിക് പ്രോഗ്രഷനിലായിരിക്കും. ഞാൻ ഒന്നുകൂടെ അത് വിശദീകരിക്കാം. അതായത് 2 × 2 4, 4 × 4 16, 16 × 16 256, അങ്ങനെ ഒരു വലിയ കുതിച്ചുചാട്ടത്തിലായിരിക്കും. അപ്പോൾ ശരിക്കും ഇന്ത്യയുടെ വ്യവസായ മേഖല ഒരു ജോമെട്രിക് പ്രോഗ്രഷനിലുള്ള ഒരു ആ ഒരു രീതിയിലുള്ള ഒരു കുതിച്ചുചാട്ടത്തിന് നമുക്കൊരു അവസരം ഇപ്പോൾ ഈ ട്രേഡ് യുദ്ധം ഉണ്ടായിരിക്കുകയാണ്. അതായത് ഒന്ന് മരിക്കുമ്പോഴേ മറ്റൊന്നിനത് വളമാകത്തുള്ളൂ. ഇന്ത്യ വ്യവസായ മേഖലയിൽ, ഇന്ത്യക്ക് മാനുഫാക്ചറിങ്, നിർമ്മാണ മേഖലയിലെ ഉൽപാദന മേഖലയിൽ ഇന്ത്യക്ക് കുതിച്ചു ചാടണമെങ്കിൽ ഈ മേഖലയുടെ മുകളിൽ ഉപയോഗിച്ച് പിടിമുറുക്കിയിരിക്കുന്ന ചൈനയ്ക്ക് പിന്നോട്ട് പോകണം. അങ്ങനെ ചൈന ഇപ്പോൾ പിന്നോട്ട് പോകാനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത്. ഈ സാധ്യത ഇന്ത്യക്ക് മുന്നോട്ട് കുതിക്കാനുമുള്ള സാധ്യതയാണ്. എന്തായാലും ഈ സാധ്യത പരമാവധി പ്രയോജനപ്പെടുത്തി നമ്മുടെ രാജ്യത്തിലെ ഉൽപാദകർ രാജ്യത്തിന്റെ പുരോഗതിക്കും അവരുടെ തന്നെ വളർച്ചയ്ക്കും ഒരവസരമായി ഇത് കണ്ട് ഒരു കുതിച്ചുചാട്ടം നടത്തും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.